ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീക്ക് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ സൗണ്ട് റെഡി ആയിട്ടില്ല, കാരണം വോയിസ് ഓവർ കൊടുക്കാൻ സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു തിരുവാതിരക്കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അമ്മയാണ് എന്നെ ഒരുക്കുന്നതൊക്കെ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ആക്ച്വലി ഈ തിരുവാതിര കളിക്കേണ്ടത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളാണ് മൊത്തം. ഇപ്പം മുല്ലപ്പൂവാണെങ്കിലും അതുപോലെ തന്നെ വളയാണെങ്കിലും എല്ലാം ബ്ലൗസും ഒക്കെ അമ്മേൻ്റെ അളവിലായിരുന്നു. അപ്പം അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്ക് പെട്ടെന്ന് മുട്ടുവേദന അധികമായി. അപ്പോൾ അമ്മയ്ക്ക് തീരെ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു. അപ്പം തിരുവാതിരയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരാൾ കളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെയർ വെച്ചിട്ടാണ് കളിക്കുക. അപ്പോൾ ആ പെയറിനുള്ള ചാൻസ് പോകും. അപ്പോൾ വേറെ ആരെയും 2 ദിവസം ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ വേറെ ആരെയും പറഞ്ഞാൽ അവർക്കും അത് ബുദ്ധിമുട്ടാണല്ലോ, പെട്ടെന്ന് പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഞാൻ തന്നെ തുനിഞ്ഞിറങ്ങി. അങ്ങനെ 2 ദിവസം എനിക്ക് പ്രാക്ടീസിന് പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിന് സമയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുവിധം നന്നായിട്ട് കളിക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. ബ്ലൗസ് നമ്മൾ എടുത്തത് എല്ലാവർക്കും ഒരേപോലത്തെ കോസ്റ്റ്യൂം ആട്ടോ. അപ്പോൾ ബ്ലൗസ് ഒരു വെൽവെറ്റ് ബ്ലൗസാണ് എടുത്തത്. അപ്പം അമ്മേൻ്റെ അളവ് തന്നെയാണ്. പക്ഷേ എനിക്കും അത് ഫിറ്റായിട്ട് തന്നെ ഉണ്ടായി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ലൈനായിട്ടുള്ള ഒരു സാരിയാണ്. അപ്പം അങ്ങനെയാണ് കോസ്റ്റ്യൂം വരുന്നത്. പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് പോയി. പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ തൈപ്പൂയ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അന്നാണ് നമ്മൾ അവിടുന്ന് കളിച്ചതൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടീസ് സെക്ഷൻസൊക്കെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മോള് തൻവി ആട്ടോ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. അതുകൊണ്ടാണ് നല്ലോണം ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു വീഡിയോസൊക്കെ കാരണം അവളിങ്ങനെ ഓടി ഓടി കളിക്കുക. അപ്പോൾ അത്യാവശ്യം ഷെയ്ക്ക് ആവാത്ത വീഡിയോസൊക്കെയാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അമ്മ തന്നെയാണ് എനിക്ക് കൊണ്ട കെട്ടിയിട്ട് മുല്ലപ്പൂ, പ്ലാസ്റ്റിക് മുല്ല കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ടാണ്, അങ്ങനെയാണ് എല്ലാവരും ഒരുങ്ങുന്നത്. അപ്പോൾ അമ്മ തന്നെയാണ് കൊണ്ടൊക്കെ വെച്ച് കെട്ടി തന്നത്. അപ്പം പിന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്, കാരണം ഭയങ്കര സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കെട്ടാൻ പറ്റും. പിന്നെ തൻവി ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുല്ലപ്പൂ വെക്കുന്നതാണ്, നമ്മൾ ഒറിജിനൽ മുല്ലേനേക്കാളും പ്ലാസ്റ്റിക് മുല്ല വെക്കുമ്പോൾ കുറച്ചൊരു ടാസ്ക് ആയിരുന്നു. ശരിക്കും പറഞ്ഞു വെച്ചാൽ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ മുല്ലപ്പൂ കഴിഞ്ഞ് വീണുണ്ടായിരുന്നു. അല്ല, സ്റ്റേജിൽ നിന്ന് വീണിട്ടില്ല, പിന്നെ അതിങ്ങനെ ഊരി ഊരി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പൊട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ടാണ് വെക്കുന്നത്, കാരണം പൊട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല, അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പൊട്ട്, ചന്ദനം, ബാക്കി ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെൻറ്റിന് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ കളിക്കുന്ന 2 പേര്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ള വീട്ടിലുള്ള കുട്ടി ഞങ്ങളവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവളെ വീട്ടിൽ നിന്നാണ് ബാക്കി ഒരുങ്ങലൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു കർക്കശക്കാരിയായ ഒരു അമ്മായിയമ്മ ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്, വലിയൊരു പൊട്ടൊക്കെ തൊട്ടിട്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ഇവരാട്ടോ ഞങ്ങൾക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ച് തന്നത്. അങ്ങനെ ഞാൻ തിരുവാതിരനെ കുറിച്ച് 2 വാക്കുകൾ പറയുമെന്ന് ചോദിച്ചപ്പം ആരും റെഡിയായില്ല. അങ്ങനെ 2 പേര് ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു. അപ്പോൾ ആ വാക്കുകളിലേക്ക് പോകാം. ഭക്തിയുടെയും തപസ്സിൻ്റെയും ദിവ്യ സ്മരണയോടെയാണ് തിരുവാതിര ആരംഭിക്കുന്നത്. മഹാഭാരതത്തിലെ അർജുനൻ പരമശിവനെ പ്രാർത്ഥിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നിമിഷം. ഞങ്ങൾക്ക് ഡാൻസ് പഠിപ്പിച്ചു തന്ന കുട്ടീൻ്റെ മോളാട്ടോ. അവൾ ഭയങ്കര സ്മാർട്ടാണ്. അവളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അൾട്ടിട്ട് തരുന്നതും. അവളെ എത്ര പേര് 8 പേർക്ക് അൾട്ട് ഇടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ടോക്കറ്റീവായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിനൊക്കെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിൽ നിന്ന് കുറേ പ്രാക്ടീസ് സെക്ഷൻസും കാണാം.
പിന്നെ ഇതാണ് ആശേച്ചി. ആശേച്ചി ത്രൂ ആട്ടോ ഞങ്ങൾ തിരുവാതിരയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് അംബികേച്ചി. അംബികേച്ചിയാണ് എൻ്റെ പേര്. അമ്മേൻ്റെ പേരായിരുന്നു. അപ്പോൾ അമ്മ മാറിയപ്പോൾ എൻ്റെ പേരാണ്. അങ്ങനെ അംബികേച്ചിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അംബികേച്ചി നല്ല അടിപൊളിയായിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങൾക്ക് പഴംപൊരിയും ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു.